എല്ലാവർക്കും നമസ്കാരം. ടെമ്പസ്റ്റ് ടു ഒറിജിനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നിങ്ങളെ പ്രധാനമായും പരിചയപ്പെടുത്തുന്നത് +1 ബോട്ടണിയിലെ 6 ചോദ്യപേപ്പറുകളാണ്. 2016, 17, 18, 19, 20 മാർച്ചിലെ ചോദ്യപേപ്പറുകളും കൂടാതെ 2020 ഫെബ്രുവരിയിലെ മോഡൽ പേപ്പറും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ചോദ്യവും ഉത്തരവും വിശദമാക്കുന്നതിലൂടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു. മാത്രമല്ല, ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ ചാപ്റ്റേഴ്സിലെയും ഫോക്കസ് ഏരിയ ഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടുത്തുന്നു. അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണേണ്ടത് കൂടിയാണ്. ഇതെല്ലാം ഉറപ്പായി ചെയ്യുമെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കഴിയും. ഒരു സംശയമില്ല. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. എങ്കിൽ ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതിലേക്ക് നമുക്ക് പോകാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2020 ബയോളജിയിലെ ബോട്ടണി സെക്ഷനാണ്. ഇതിലാദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഓർഗനൽ നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ ഈസ് മൈറ്റോകോൺട്രിയ എന്നുള്ളതാണ്. കാരണം എനർജി പ്രൊഡക്ഷൻ, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ഫോർ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ ഇത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. രണ്ടാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ. കാസ്പെരിൻ സ്ട്രിപ്സ് ആർ പ്രസന്റ് ഇൻ. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിൽ കറക്റ്റ് ആൻസർ ഡൈക്കോട്ട് റൂട്ടാണ്. റൂട്ടിലാണ് പൊതുവെ കാസ്പെരിൻ സ്ട്രിപ്സ് കാണുന്നത്. പ്രത്യേകിച്ച് എൻഡോഡർമൽ വാൾസിൽ റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ വാൾ, ഇവിടെയാണ് കാസ്പെരിൻ സ്ട്രിപ്സ്. സുബറിൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള സ്പെഷ്യൽ തിക്കനിങ് ആണ്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. നെയിം ദ ഓർഗാനിസം. ഇവിടെ യുഗ്ലിനയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ കാണിക്കുന്ന ഒരു പ്രോട്ടിസ്റ്റാണ് യുഗ്ലിന. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ആദ്യത്തേത് മെറ്റാഫേസ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ടു കൈനറ്റോകോഴ്സ്. അതുപോലെ ക്രോമാറ്റിഡ്സ് മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾസ് എന്ന് പറയുമ്പോൾ മൈറ്റോസിസിലെ നെക്സ്റ്റ് സ്റ്റേജാണ് ആനാഫേസ് എന്നാണ് പറയുന്നത്. 5th ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ അസറ്റൈൽ കോഎൻസൈം വിച്ച് ടേക്ക് പാർട്ട് ഇൻ ക്രെബ്സ് സൈക്കിൾ ഈസ് 2 കാർബൺ ആറ്റം. കാരണം പൈറുവിക് ആസിഡിലെ 3 കാർബൺ ആറ്റമാണുള്ളത്. അതിൽ നിന്ന് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അസറ്റൈൽ കോഎൻസൈമിൽ 2 കാർബൺ ആറ്റം ഉള്ളത്. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. നെയിം ദ പ്രോസസ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫാസിലേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഡിഫൈൻ ദ അബോവ് ഐഡന്റിഫൈഡ് പ്രോസസ്. In facilated diffusion, special membrane proteins help the movement of substances across membrane without expenditure of ATP or energy. ഇവിടെ ഹൈഡ്രോഫിലിക് മോയിറ്റുള്ള പദാർത്ഥങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കാരിയർ പ്രോട്ടീൻ്റെ സഹായം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എനർജി റിക്വയർമെൻറ്റ് വരുന്നില്ല. അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സൈഗോട്ടിന് മാച്ച് ആകുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. പെയറിംഗ് ഓഫ് ഹോമോലഗസ് ക്രോമസോംസ്. ക്രോസിംഗ് ഓവർ അതേത് സ്റ്റേജിലാണ്? പാക്കറ്റിൻ സ്റ്റേജിലാണ്. ഡിസൊല്യൂഷൻ ഓഫ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് അതേത് സ്റ്റേജിലാണ്? ഡിപ്ലോട്ടിൻ സ്റ്റേജ്. ഡയാകൈനസിസ് ഇതിൽ വരുന്നത് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ. ഇത്രയും കാര്യങ്ങളാണ്. ഇത് മിയോസിസിലെ പ്രോഫേസ് 1ൽ വരുന്ന സബ്സ്റ്റേജുകളാണ്. Define hydroponics. Write one advantage of it.
This technique of growing plants in a nutrient solution is known as hydroponics. In this method, essential elements are used and their deficiency symptoms can be studied. അതായത് ന്യൂട്രിയൻ സൊല്യൂഷനിൽ പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. സോയിൽ ഇല്ലാതെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹൈഡ്രോപോണിക്സ്. ഇവിടെ ഡെഫിഷ്യൻസി സിംറ്റംസ് പഠിക്കാനായിട്ട് ഉപകരിക്കുന്നു. പെക്യുലാരിറ്റീസ് ഓഫ് സർട്ടൻ സെൽ ഓർഗനൽസ് ആർ ഗിവൺ ബിലോ. ഇവിടെ കാറ്റഗറൈസ് ചെയ്ത് ലൈസോസോം, ഗോൾഗി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാർട്ടസ്, റൈബോസോംസ് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ വരുന്നത് എന്നുള്ളത് എടുത്ത് എഴുതുക. ലൈസോസോമിൽ റിച്ച് ഇൻ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് എന്ന പോയിന്റാണ് വരുന്നത്. ഗോൾഗി അപ്പാർട്ടസിൽ മേഡപ്പ് ഓഫ് മെനി ഫ്ലാറ്റ് ഡിസ്ക് ഷേപ്ഡ് സാക്സ് ഓർ സിസ്റ്റർനെ. റൈബോസോമിൽ ഇൻവോൾവ്ഡ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്, മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്. ഇത്തരം കാര്യങ്ങളാണ് 3 കോളംസിൽ ഉൾപ്പെടുത്തേണ്ടത്. നെക്സ്റ്റ്, അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എ ബി സി ഡി. ഇവിടെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനെ തരംതിരിക്കലാണ്. അവിടെ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് സൈക്ലിക്കിൽ കൊടുത്തിട്ടുണ്ട്, സൈക്ലിക് എന്ന് തന്നെയാണ്. നോൺ സൈക്ലിക് തന്നെ കൊടുക്കണം. നമ്പർ ഓഫ് ഫോട്ടോ സിസ്റ്റംസ് സൈക്ലിക്കിനും നോൺ സൈക്ലിക്കിലും എടുത്തെഴുതണം. സൈക്ലിക്കിലെ ഫോട്ടോ സിസ്റ്റം 1. അപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സിസ്റ്റം മാത്രമേ ഉള്ളൂ. നോൺ സൈക്ലിക്കിൽ 2 ഫോട്ടോ സിസ്റ്റം ഉണ്ട്, PS1 ആൻഡ് PS2. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ഇവിടെ സൈക്ലിക്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ ആബ്സെൻ്റ് ആണ്, നോൺ സൈക്ലിക്കിൽ അത് പ്രസൻ്റ് ആണ്. The first step in respiration is glycolysis. Define glycolysis. It is the partial oxidation of glucose into 2 molecules of pyruvic acid. 6 കാർബണാറ്റമുള്ള ഗ്ലൂക്കോസ് പാർഷ്യൽ ഓക്സിഡേഷൻ നടന്ന് 2 മോളിക്യൂള് 3 കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണ്. അതായത് പൈറുവിക് ആസിഡ് ഉണ്ടാകുന്ന ഈ പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോളിസിസ്. ഇതിനെ EMP പാത്വേ എന്നും വിളിക്കും. എംബഡൻ മേർഹോഫ് പാർനാസ് പാത്വേ എന്നാണ് പറയുന്നത്. റൈറ്റ് ദ സൈറ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്ന എവിടെ? സൈറ്റോപ്ലാസത്തിലാണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ഷോവിംഗ് C4 പാത്വേ. ഐഡന്റിഫൈ ദ സെൽസ് A and B. ഇവിടെ കൊടുത്തിരിക്കുന്ന 2 സെല്ലുകൾ, A മീസോഫിൽ സെൽ, B ബണ്ടിൽ ഷീത്ത് സെൽ. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ആദ്യം നടക്കുന്നത് മീസോഫിൽ സെല്ലിലാണ്. നെയിം ദ C4 ആസിഡ് ഫോംഡ് ത്രൂ ദിസ് പാത്വേ. C4 ആസിഡ് എന്ന് പറയുന്നത് ഓക്സലോ അസറ്റിക് ആസിഡ് ആണ്. നെയിം ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് C4 ആസിഡ്. ഇവിടെ വരുന്ന എൻസൈം PEP കാർബോക്സിലേസ്. Aerobic respiration and anaerobic respiration are 2 types of respiration. What is anaerobic respiration? Anaerobic respiration is the respiration taking place without the involvement of oxygen. Oxygen ഇല്ലാതെ നടക്കുന്ന റെസ്പിറേഷൻ ആണ് anaerobic respiration. Write the change that occur to pyruvic acid in yeast cells. Pyruvic acid is converted to ethanol and carbon dioxide. Pyruvic acid എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുകയാണ്. നോട്ടീസ് 3 സ്റ്റേജസ് ഓഫ് കാൽവിൻ സൈക്കിൾ ഗിവൺ ബിലോ. ഇവിടെ റിഡക്ഷൻ, റീജനറേഷൻ, കാർബോക്സിലേഷൻ കൊടുത്തിരിക്കുന്നു. അറേഞ്ച് ദ അബോവ് സ്റ്റേജസ് ഇൻ കറക്റ്റ് ഓർഡർ. കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ ഈ ക്രമത്തിലാണ് എഴുതേണ്ടത്. കാൽവിൻ സൈക്കിൾ ഈസ് ഓൾസോ നോൺ ആസ് C3 cycle. Give reason. The first CO2 fixation product is a C3 acid or 3-PGA. Hence it is called as C3 cycle. ആദ്യമുണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് അതിനെ C3 സൈക്കിൾ എന്ന് പറയുന്നത്. മാച്ച് ദ ഐറ്റംസ് ഓഫ് കോളം എ ആൻഡ് കോളം ബി. കോളം എയിൽ കൊടുത്തിരിക്കുന്നത് കോളം ബിയുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ എഴുതാനാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പെംസിലാണ് കാണുന്നത്. ഹെട്രോസ്പോറി ടെറിഡോഫൈറ്റ്സിലാണ്, വളരെ അപൂർവം മെമ്പേഴ്സിലാണ് ഇത് കാണിക്കുന്നത്. ജിംനോസ്പെംസ് എല്ലാം
ഹെട്രോസ്പോറസ് ആണ്. പ്രോട്ടോനീമ ബ്രയോഫൈറ്റ്സിലാണ്. സ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന ഗ്രീൻ ഫിലമെൻ്റ് സ്ട്രക്ചറാണ് പ്രോട്ടോനീമ. നേക്കഡ് സീഡ്സ് ജിംനോസ്പേംസിലാണ് കാണുന്നത്. അതുകൊണ്ട് നേക്കഡ് സീഡ് ബെയറിംഗ് പ്ലാന്റ്സ് എന്ന് ജിംനോസ്പേംസിനെ വിളിക്കും. സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ 2 scientists. Name the scientist. Sheldon and Schwann. Write the 2 main points in cell theory. 2 പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തേത്, all living organisms are composed of cells and their products. രണ്ടാമത്തേത്, all cells arise from pre-existing cells. ആദ്യത്തേത്, എല്ലാ ജീവികളിലും കോശങ്ങളും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേതിൽ എല്ലാ സെല്ലുകളും മുൻപുണ്ടായിരുന്നതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒബ്സർവ് ദ ഫിഗർ എ ആൻഡ് ബി. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിൽ എ, ഐഡന്റിഫൈ എസ്റ്റുവേഷൻ എ ആൻഡ് ബി. എ ട്വിസ്റ്റഡ് എസ്റ്റുവേഷനും ബി വെക്സിലറി എസ്റ്റുവേഷനുമാണ്. പെറ്റൽസിൻ്റെയും സെപ്പൽസിൻ്റെയും അറേഞ്ച്മെൻ്റ് ആണ് എസ്റ്റുവേഷൻ എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 1 പെക്യുലാരിറ്റി ഓഫ് എ. എന്താണ് ട്വിസ്റ്റഡ് എസ്റ്റുവേഷൻ്റെ പ്രത്യേകത? In twisted estivation, the one margin of appendage overlap the next one and so on. ഇത്തരത്തിലുള്ള എസ്റ്റുവേഷൻ ആണ്. നെയിം 3 kinds of petals in B. ബിയിലെ 3 ടൈപ്പ് പെറ്റൽസ് ഏതൊക്കെയാണ്? In this, the large petal, standard petal, overlaps the 2 lateral petals, wing petals എന്ന് പറയും, which in turn overlap the 2 smallest anterior petals, keel petal എന്ന് പറയും. അങ്ങനെ 3 ടൈപ്പ് പെറ്റൽസ് ആണ് പാപ്പുലോനീഷ്യസ് കൊറോളയിൽ കാണുന്നത്. സ്റ്റാൻഡേർഡ് പെറ്റൽ, വിങ് പെറ്റൽ, കീൽ പെറ്റൽ. നെക്സ്റ്റ്, ദി പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആൻഡ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സ്. നെയിം 3 ഹോർമോൺസ് വിച്ച് ആർ നോൺ ആസ് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ്. ഏതൊക്കെയാണ് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനെ സഹായിക്കുന്നത്? ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈനിൻ. നെയിം ദ ഗ്രോത്ത് ഇൻഹിബിറ്റർ വിച്ച് ഈസ് നോൺ ആസ് സ്ട്രെസ് ഹോർമോൺ. സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആബ്സിസിക് ആസിഡ് ആണ്. ആൻറ്റി ജിബർലിൻ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. റൈറ്റ് എനി 2 റോൾസ് ഓഫ് ദ എബോവ് ഐഡന്റിഫൈഡ് സ്ട്രെസ് ഹോർമോൺ. 2 പ്രധാനപ്പെട്ട റോള് എന്താണ്? ഒന്നാമത്തേത്, ഇറ്റ് പ്രൊമോട്ട്സ് എബ്സിഷൻ ആൻഡ് ഡോർമൻസി. രണ്ടാമത്തേത്, ഇറ്റ് ആക്ട് ആസ് ഇൻഹിബിറ്റർ ഓഫ് പ്ലാന്റ് മെറ്റാബോളിസം. ഈ 2 കാര്യങ്ങളെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒബ്സർവ് ദ ഫിഗേഴ്സ് എ ആൻഡ് ബി ഗിവൺ ബിലോ. നെയിം ദ ടൈപ്പ് ഓഫ് വീനേഷൻ ഇൻ എ ആൻഡ് ബി. എ, റെട്ടിക്കുലേറ്റ് വിനേഷൻ. ബി, പാരലൽ വിനേഷൻ. റെട്ടിക്കുലേറ്റ് വിനേഷൻ ഡൈക്കോട്ടിലും പാരലൽ വിനേഷൻ മോണോക്കോട്ടിലുമാണ്. ഡൈക്കോട്ടിൽ വെയിൻസ് ബ്രാഞ്ചഡ് ആയിട്ടുള്ള രീതിയിലാണ്. പാരലൽ വിനേഷനിൽ വെയിൻസ് പാരലായിട്ടാണ് റൺ ചെയ്യുന്നത്. ഡിഫൈൻ വീനേഷൻ. അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദ ലാമിന ഓഫ് ലീഫ്. വെയിൻസും വെയിൻലെറ്റ്സിൻ്റെയും അറേഞ്ച്മെന്റിനെയാണ് വീനേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓൺ മീസോഫിൽ സെൽസ് ഫ്രം ദ ഫിഗർ. 3 ഫീച്ചേഴ്സ് മീസോഫിൽ സെൽസിനെ കുറിച്ച്. മീസോഫിൽ പൊസസ് ക്ലോറോപ്ലാസ്റ്റ് ഓഫ് 2 ടൈപ്സ്, പാലിസൈഡ് പാരങ്കേമ ആൻഡ് സ്പോഞ്ചി പാരങ്കേമ. പാലിസൈഡ് പാരങ്കേമി, സ്പോഞ്ചി പാരങ്കേമി അടങ്ങുന്നതാണ് മീസോഫിൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ന്യൂമറസ് ലാർജ് സ്പേസസ് ആൻഡ് എയർ കാവിറ്റീസ് ആർ ഫൗണ്ട് ബിറ്റ്വീൻ സ്പോഞ്ചി സെൽസ്. ഇവിടെ എയർ സ്പേസ് കാണാൻ കഴിയുന്നുണ്ട്. പാലിസൈഡ് പാരങ്കേമ അറേഞ്ച്ഡ് ടുവാർഡ്സ് അഡാക്സിയൽ സൈഡ്. പാലിസൈഡ് പാരങ്കേമ ക്ലോസ്ലി പാക്ക്ഡ് ആണ്, അഡാക്സിയൽ സൈഡിലാണ് കാണുന്നത്. ഇത്രയുമാണ് കാര്യങ്ങൾ. ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ മോഡൽ 2020 ബയോളജിയിലെ ബോട്ടണി സെക്ഷനാണ് ഇവിടെ നോക്കുന്നത്. ഇതിലെ ആദ്യത്തെ 5 ചോദ്യങ്ങൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോവിങ് പ്രൊഡ്യൂസ് ബയോഗ്യാസ് ഫ്രം ദ ഡങ് ഓഫ് റൂമിനേറ്റ് അനിമൽസ്. 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ മെഥനോജൻസ് എന്നാണ്. മീഥേൻ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് ഇത്തരം ബാക്ടീരിയകളെ വിളിക്കുന്നത്. ഹാലോഫൈൽസ് പ്രധാനമായിട്ടും സോൾട്ട് വാട്ടറിലാണ്. സൈനോബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടും.
തെർമോ അസിഡോഫൈൽസ് ഹോട്ട് സ്പ്രിങ്സിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ മെഥനോജൻസ്. ദ സ്റ്റേജ് ബിറ്റ്വീൻ മിയോസിസ് 1 ആൻഡ് 2 ഈസ് കോൾഡ് ഇന്റർകൈനസിസ്. മിയോസിസ് 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ള ഷോർട്ട് ഇൻ്റർവലാണ് ഇന്റർകൈനസിസ് എന്നറിയപ്പെടുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡയാകൈനസിസും പാക്കിറ്റീനും ഡിപ്ലോട്ടീനുമെല്ലാം മിയോസിസ് 1ലെ പ്രോഫേസ് 1ൻ്റെ സബ്സ്റ്റേജസ് ആയിട്ട് കാണുന്നതാണ്. 5 സബ്സ്റ്റേജുകളാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ ഓൺലി ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് പ്ലാന്റ് ഹോർമോൺ എമംഗ് ദ ഫോളോവിങ് ഓപ്ഷൻസ്. 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിൽ കറക്റ്റ് ABA, ആപ്സിസിക് ആസിഡ് സ്ട്രെസ് ഹോർമോണായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ്. ആൻറ്റിജിബറിൽ നിന്നും ഇതിനെ വിളിക്കാറുണ്ട്. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് മോളിക്കുലർ നൈട്രജൻ ടു അമോണിയ ഈസ് ടേംഡ് ആസ്. നൈട്രജൻ ഫിക്സേഷൻ എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 2 ഘടകങ്ങളിൽ നൈട്രജൻ ഫിക്സേഷൻ ആവശ്യമാണ്. നൈട്രോജനേസും, അതൊരു എൻസൈമാണ്. ലെഗ് ഹീമോഗ്ലോബിൻ, അതൊരു പിഗ്മെൻ്റ് ആണ്. റിഡക്റ്റീവ് പ്രോസസ്സാണ് അമോണിയ ഉണ്ടാകുന്ന ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്. ട്രിപ്പനസോമ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൺ എങ്കിൽ സീലേറ്റഡ് പ്രോട്ടോസോവനെ വിളിക്കുന്ന പേര് പാരമീസിയം എന്നാണ്. നെക്സ്റ്റ്, 2ാമത്തെ സെക്ഷനാണ്. ഇവിടെ 2 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് എനി 2 എക്കണോമിക് യൂസസ് ഓഫ് ബ്രയോഫൈറ്റ്സ്. 2 യൂസ് കൊടുത്തിരിക്കുന്നു. ദേ പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മമ്മൽസ്, ബേർഡ്സ് ആൻഡ് അതർ എനിമൽസ്. ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 2ാമത്തേത്, പീറ്റ്മോസ് സ്ഫാഗ്നം ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ആൻഡ് പാക്കിംഗ് മെറ്റീരിയൽ ഫോർ ട്രാൻസ്ഷിപ്മെന്റ് ഓഫ് ലിവിംഗ് മെറ്റീരിയൽസ്. അതിനുവേണ്ടി അത് ഉപയോഗിക്കുകയാണ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ലാബൽ ദ പാർട്സ് നോട്ടഡ് ആസ് A, B, C ആൻഡ് D. ഇവിടെ A റീജിയൻ ഓഫ് മെച്ചുറേഷൻ, B റീജിയൻ ഓഫ് ഇലോങ്ങേഷൻ, C റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, D റൂട്ട് ക്യാപ്പ്. ഇവിടെ റൂട്ടിൻ്റെ പ്രധാനപ്പെട്ട റീജിയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫംഗസ് ഇൻ മൈക്കോറൈസ? ഫംഗൽ ഹൈഫേ ഹാവ് ലാർജ് സർഫസ് ഏരിയ, സോ ഇറ്റ് ഹെൽപ്സ് ടു അബ്സോർബ് മിനറൽ അയോൺസ് ആൻഡ് വാട്ടർ ഫ്രം ദ സോയിൽ. വാട്ടർ മിനറൽസും വലിച്ചെടുക്കാനായിട്ട് കൂടുതൽ സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, പൈനസ് സീഡ്സ് കനോട്ട് ജെർമിനേറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് മൈക്കോറൈസ. പൈനസ് സീഡ്സിൻ്റെ ജെർമിനേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യം മൈക്കോറൈസയുടെ വേണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ മൈക്കോറൈസ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതാണ് 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ. കോളം A represents chromosomal behavior during different substages of prophase 1 of meiosis 1. Fill up the blanks in column B. ഇവിടെ കൃത്യമായിട്ട് ഫിൽ ചെയ്തിരിക്കുന്ന ഒരു ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് പാക്കറ്റീൻ, ഫോർമേഷൻ ഓഫ് കയാസ്മറ്റ ഡിപ്ലോട്ടീൻ, പെയറിംഗ് ഓഫ് ഹോമോലഗസ് ക്രോമസോംസ് സൈഗോട്ടീൻ, ക്രോമസോംസ് വിസിബിൾ അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ലെപ്റ്റോട്ടീൻ, ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മ ഡയാഗനസിസ്. വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഓപ്ഷൻസ് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. ദ ബിഹേവിയർ ഓഫ് പ്ലാന്റ് സെൽസ് വിത്ത് റിഗാർഡ് ടു വാട്ടർ മൂവ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സറൗണ്ടിങ് സൊല്യൂഷൻ. എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഒക്കർ ഇൻ സെൽ A ആൻഡ് B. സെല്ലിൽ എയും സെല്ലിൽ ബിയും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. A. In hypotonic solution, water diffuses into the cell, causing cytoplasm to build up turgor pressure against the cell wall and cell become turgid. ഇവിടെ ഒരു പ്യൂർ വാട്ടറിൽ ഒരു സെല്ല് വെച്ച് കഴിഞ്ഞാൽ അത് ടെർജിഡായിട്ട് മാറുമെന്നുള്ളതാണ്. എൻഡോസ്മോസിസ് നടന്നിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 2ാമത്തെ ഫിഗർ B. In hypertonic solution, water moves out of the cell and protoplast withdraws from the cell wall and shrinks. Due to this, the cell become plasmolysed. 2ാമത്തെ ചിത്രം ഒരു കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷനിൽ, ഷുഗർ സൊല്യൂഷനിൽ ഒരു സെല്ല് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എക്സ് ഓസ്മോസിസ് നടക്കും. അതിലുള്ള വാട്ടർ പുറത്തേക്ക് ഒഴുകുകയാണ്. അങ്ങനെ സെല്ല് ഷ്രിങ്ക് ചെയ്യാണ്, പ്ലാസ്മോളൈസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നു. നെക്സ്റ്റ്, plants that are adapted to dry tropical regions have the C4 pathway. Write any 2 advantages of C4 plants. C4 plantsന് 2 അഡ്വാൻറ്റേജ് ഇവിടെ കൊടുത്തിരിക്കുന്നു. They lacks
photorespiration, photosynthetic yield or productivity is high. പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് yield കൂടുതലാണ്. ഡിഫറൻഷ്യേറ്റ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഫ്രം ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ. ഇപ്പോൾ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ്റെയും ചില സ്വഭാവങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, ദ പ്രൊഡക്റ്റ് ഈസ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ് ഈസ് ദ എൻസൈം ഇൻവോൾവ്ഡ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ, the products are ethanol and carbon dioxide. Pyruvic acid decarboxylase and alcohol dehydrogenase are the enzymes involved. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ ലാക്ടോബാസിലസും ആൽക്കഹോൾ ഫെർമെൻറ്റേഷനിൽ ഈസ്റ്റുമാണ് മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് വരുന്നതും. എഥിലിൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ഇൻ അഗ്രികൾച്ചർ. Write any 2 agricultural applications of ethylene. Ethylene is a gaseous hormone, promotes senescence and ripening of fruits. ഇവിടെ എഥിലീൻ ഒരു ഗ്യാഷ്യസ് ഹോർമോണാണ്. അത് സെനസെൻസിനെയും ഫ്രൂട്ട് റൈപ്പനിങ്ങിനെയും സഹായിക്കുന്നു. രണ്ടാമത്തേത്, ഇറ്റ് പ്രൊമോട്ട്സ് ഹോറിസോണ്ടൽ ഗ്രോത്ത് ഓഫ് സീഡ്ലിങ്സ്, സ്വെല്ലിംഗ് ഓഫ് ആക്സിസ് ആൻഡ് അപ്പിക്കൽ ഹുക്ക് ഫോർമേഷൻ ഇൻ ഡൈക്കോട്ട് സീഡ്ലിങ്സ്. സീഡ് ജെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ഫീച്ചേഴ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും എഥിലിൻ എത്തഫോൺ എന്ന രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. എഥിലിൻ ഗ്യാസ് സ്ലോ ആയി റിലീസ് ചെയ്യുകയാണ്. നെക്സ്റ്റ്, ഇൻ ഗ്ലൈക്കോളിസിസ് ATP is utilized at 2 steps only. Write down these 2 steps. ATP യൂസ് ചെയ്യുന്ന 2 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് 2 ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, അതുപോലെ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് 2 ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്. ഈ സ്റ്റെപ്പുകളാണ് പ്രധാനമായിട്ടും ATP യൂട്ടിലൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡിഫൈൻ ദ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടേഴ്സ്. റൈറ്റ് ഇൻ 2 എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ഡയറക്ട്ലി എഫക്ട് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. Blackman's law of limiting factors. If a chemical process is affected by more than one factor, then its rate will be determined by the factor which is nearest to its minimal value. എല്ലാ ഫാക്ടേഴ്സും ആവശ്യത്തിനുണ്ടായിരിക്കെ ഏറ്റവും കുറവ് വരുന്ന ഫാക്ടറാണ് ആ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. 2 ഫാക്ടേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ലൈറ്റ്, ടെമ്പറേച്ചർ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നൈട്രിഫിക്കേഷൻ ആൻഡ് ഡീനൈട്രിഫിക്കേഷൻ ഇൻ നൈട്രജൻ സൈക്കിൾ? നൈട്രിഫിക്കേഷൻ, ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് നൈട്രേറ്റ്സ് ഫ്രം അമോണിയ ബൈ നൈട്രോസോമോണാസ് ആൻഡ് നൈട്രോബാക്ടർ. നൈട്രിഫിക്കേഷനിൽ അമോണിയ ആദ്യം നൈട്രൈറ്റ് ആയിട്ട് മാറുന്നു. നൈട്രോസോമോണാസ് നൈട്രോകോക്കസിൻ്റെ പ്രസൻസിലാണ്, അത്തരം ഫ്രീ ലിവിങ് ബാക്ടീരിയയുടെ പ്രസൻസിലാണ്. അത് കഴിഞ്ഞാൽ നൈട്രേറ്റ് ആയിട്ട് മാറുന്നു, NO3 ഫോമിലായിട്ട് മാറുന്നു. ഇത് നൈട്രോബാക്ടർ എന്ന ഫ്രീ ലിവിങ് ബാക്ടീരിയയുടെ സഹായത്തോട് കൂടിയിട്ടാണ്. ഇതൊരു ഓക്സിഡേഷൻ പ്രോസസ്സാണ്. ഇതാണ് നൈട്രിഫിക്കേഷൻ. ഡീനൈട്രിഫിക്കേഷൻ ഈസ് ദ കൺവേർഷൻ ഓഫ് നൈട്രേറ്റ് ഇൻ ദ സോയിൽ ഇൻ ടു നൈട്രജൻ ബൈ സ്യൂഡോമോണാസ് ആൻഡ് തയോബാസിലസ്. സോയിൽ നൈട്രേറ്റ് ഡൈനൈട്രജനായിട്ട് മാറാണ്. ഇതിനെ സഹായിക്കുന്ന ചില ബാക്ടീരിയകളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, സ്യൂഡോമോണാസ് ആൻഡ് തയോബാസിലസ്. 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. C4 plants have large cells around the vascular bundles of leaves called bundle sheath cells. What is this anatomy called? ഇത്തരം സ്പെഷ്യൽ ലീഫ് അനാട്ടമിനെ ക്രാൻസ് അനാട്ടമി എന്നാണ് പറയുന്നത്. സെൻട്രിപിറ്റലി അറേഞ്ച്ഡ് ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ആണ് ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റ്. റൈറ്റ് ഇൻ 2 features of bundle sheath cells. They are large cells. They are arranged in several layers around vascular tissue. ഇങ്ങനെ 2 ഫീച്ചേഴ്സ് പ്രത്യേകമായി ശ്രദ്ധിക്കുക. A and B are floral diagrams of 2 angiosperm families. Identify the families A and B. A. Solanaceae, B. Liliaceae. Write the characters of gynoecium of A and B. Solanaceae ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സിൽ ഓവറീസ് ബൈകാർപ്പലറി സിൻകാർപ്പസ് സുപ്പീരിയർ ബൈലോക്കുലർ വിത്ത് എക്സൈൽ പ്ലാസന്റേഷൻ. പ്രത്യേകമായിട്ടുള്ള ഒരു നേച്ചറാണ്.
ലിലേസിയ ഫാമിലിയിൽ ഓവറീസ് ട്രൈകാർപ്പലറി സിൻകാർപ്പസ് സുപ്പീരിയർ വിത്ത് എക്സൈൽ പ്ലാസന്റേഷൻ. സോളനേസയിൽ 2 കാർപ്പൽസും ലിലിയേസയിൽ 3 കാർപ്പൽസുമാണ് വരുന്നത്. ഫോളോവിംഗ് ആർ ദ ഡയഗ്രംസ് ഷോവിംഗ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് സ്റ്റെം എ ആൻഡ് മോണോക്കോട്ട് സ്റ്റെം ബി. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ദം. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ വരുന്ന ചില ഫീച്ചേഴ്സ്. ഗ്രൗണ്ട് ടിഷ്യൂ ഇസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻ ടു കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ ആൻഡ് പിത്ത്. അവിടെ ഗ്രൗണ്ട് ടിഷ്യൂ ഈ പറയുന്ന കോർട്ടെക്സും എൻഡോഡെർമിസും പെരിസൈക്കിളും പിത്തുമായി ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നു. കൊള്ളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്, എപ്പിഡെർമിസിന് താഴെയുള്ള ഭാഗമാണ്. അത് കൊള്ളൻ കൈമ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാസ്കുലർ ബണ്ടിലിസ് കൺജോയിന്റ്, ഓപ്പൺ ആൻഡ് എൻഡാർച്ച്. കാമ്പിയം പ്രസന്റ് ആയിട്ടുള്ള ബണ്ടിലാണ്. അത് എൻഡാർച്ച് ബണ്ടിൽ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം പ്രോട്ടോസൈലം സെൻട്രലിലേക്ക് പിത്ത് റീജിയനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. മോണോക്കോട്ട് സ്റ്റെം അൺഡിഫറൻഷ്യേറ്റഡ് ഗ്രൗണ്ട് ടിഷ്യൂ. രണ്ടാമത്തേത് സ്ക്ലിറങ്കൈമാറ്റസ് ഹൈപ്പോഡെർമിസ്. മൂന്നാമത്തേത് വാസ്കുലർ ബണ്ടിൽസ് ആർ കൺജോയിന്റ് ആൻഡ് ക്ലോസ്ഡ്. കാമ്പിയം ആബ്സെന്റ് എന്നുള്ളതാണ് ഈ ബണ്ടിലിന്റെ പ്രത്യേകത. ഗിവൺ ബിലോ ഈസ് ദ ഡയഗ്രാം ഓഫ് സെൽ ഓർഗനൽ. ഐഡന്റിഫൈ ദ ഓർഗനൽ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗോൾഗി അപ്പാർട്ടിസിൻ്റെതാണ്, ഗോൾഗി കോംപ്ലക്സിൻ്റെതാണ്. ഇവിടെ 2 ഫേസുകൾ പ്രധാനമായിട്ടുണ്ട്. സിസ് ഫേസ്, ട്രാൻസ് ഫേസ്. സിസ് ഫേസിലൂടെ പദാർത്ഥങ്ങളെടുത്ത് പാക്കേജ് ചെയ്ത് ട്രാൻസ് ഫേസിലൂടെ പുറത്തുവിടുന്നു എന്നുള്ളതാണ്. റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് ദിസ് ഓർഗനൽ. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പാക്കേജിംഗ് ഓഫ് മെറ്റീരിയൽസ്. ഇറ്റ് ഈസ് ദ സൈറ്റ് ഓഫ് സിന്തസിസ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോ ലിപ്പിഡ്സ്. ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2019. ബയോളജിയിലെ ബോട്ടണി സെക്ഷനാണ്. ഇതിലാദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. എ സ്ട്രക്ചർ സീൻ ഇൻ ബാക്ടീരിയൽ സെൽ ഈസ്. ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. കറക്റ്റ് ഓപ്ഷൻ മീസോസോം എന്നുള്ളതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. മഷ്റൂംസിന് അഗാരിക്കസ് മാച്ചായി കൊടുത്തിരിക്കുന്നു. ബ്രെഡ് മൗൾഡിന് മാച്ചാകുന്നത് റൈസോപ്പസ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. സൈറ്റോകൈനസിസ് ഇൻ എനിമൽ സെൽ ടേക്സ് പ്ലേസ് ബൈ ദി അപ്പിയറൻസ് ഓഫ് ഡാഷ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. ക്ലീവേജ് ഫറോ. നെക്സ്റ്റ്, ഇവിടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ പ്രോസസ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ദ ഫിഗർ. റൈറ്റ് ദ റോൾ ഓഫ് മെംബ്രെയിൻ ഇൻ ദിസ് പ്രോസസ്. ഇവിടെ ഓസ്മോസിന്റെ ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ മെംബ്രെയിൻ ചില പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ചെയ്യാൻ കഴിവുള്ളതാണ്. അതിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും പാസീവ് ട്രാൻസ്പോർട്ടും വരുന്നുണ്ട്. നെക്സ്റ്റ്, certain thylakoid pigments are called accessory pigments. Name them. Chlorophyll B, xanthophylls and carotene. Write their significance. Protect chlorophyll A molecule from photooxidation. Next, notice the 3 simple tissues given below. Sclerenchyma, parenchyma, collenchyma. Identify and write the tissues that consist of cells that are thickened at the corners. Write the function of this tissue. Collenchyma, it provides mechanical support. പ്രത്യേകമായിട്ട് ലിവിംഗ് ടിഷ്യൂ ആണ് കൊളങ്കൈമ. അത് മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. റൈറ്റ് എനി 2 ഡിഫറൻസസ് ബിറ്റ്വീൻ aerobic respiration and anaerobic respiration. Aerobic respiration takes place in cytoplasm and mitochondria with the help of oxygen. Anaerobic respiration takes place in cytoplasm without the use of oxygen. Aerobic respiration oxygen ഉപയോഗപ്പെടുത്തുന്നു, anaerobic respiration oxygen ഉപയോഗപ്പെടുത്തുന്നില്ല. Observe the figure given below. It shows 2 phases in the life cycle of a plant. Identify the phases marked as A. Write any 2 peculiarities of this stage. A. Sporophytic generation.
അതിൻ്റെ പെക്യുലാരിറ്റി ഇറ്റ് ഈസ് ഡിപ്ലോയ്ഡ് സ്റ്റേജ്. ഇറ്റ് പ്രൊഡ്യൂസസ് സ്പോർസ്. ഇവിടെ സ്പോറോഫൈറ്റിലെ ഫൂട്ട് സീറ്റ ക്യാപ്സൂൾ എന്ന് പറയുന്ന പാർട്ടിലാണ്, അവിടെയുള്ള സ്പോർ മദർ സെല്ലിലാണ് മിയോസിസ് വഴിക്ക് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കാരിയോഗൈനസിസ് ഓഫ് മൈറ്റോസിസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 stages. Name the second and third stage. Write any 2 features of second stage. Second stage metaphase, third stage anaphase. ഇനി സെക്കൻഡ് സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു? ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ഇക്വേറ്റർ. സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ അറ്റാച്ച്ഡ് ടു കൈനറ്റോകോർ ഓഫ് ക്രോമസോം. ക്രോമസോംസ് എല്ലാം ഇക്വേറ്റർ റീജിയനിലാണ് അറേഞ്ച് ചെയ്യുന്നത്. അതിലെ കൈനറ്റോകോറിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുന്നതും കൂടി കാണുന്നുണ്ട്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ക്ലോറോപ്ലാസ്റ്റിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ പാർട്സ് എ ആൻഡ് ബി. റൈറ്റ് ദെയർ ഫങ്ഷൻസ്. എ ഗ്രാന, ബി സ്ട്രോമ. ഗ്രാനയുടെ ഫംഗ്ഷൻ: ഇൻ ഗ്രാന ലൈറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് എനർജി റിച്ച് മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇൻ സ്ട്രോമ ഡാർക്ക് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് എനർജി റിച്ച് മോളിക്യൂൾസ് ആർ യൂട്ടിലൈസ്ഡ്. ഗ്രാനയിൽ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നു, ATP NADPH മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്ട്രോമയിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നു, ATP NADPH മോളിക്യൂൾസ് യൂട്ടിലൈസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് വേണ്ടിയിട്ടാണ്, ഗ്ലൂക്കോസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. C4 plants have a special leaf anatomy. Name that anatomy. Write 3 peculiarities of this kind of anatomy. ഇവിടെ ക്രാൻസ് അനാട്ടമി എന്നാണ് വിളിക്കുന്നത്. 2 types of chloroplast present. ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റ് ഈസ് ലാർജ് ആൻഡ് എഗ്രാനൽ. ഇതാണ് C4 പ്ലാന്റ്സിലെ ലീഫ് അനാട്ടമിയുടെ പ്രത്യേക സ്വഭാവം. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. നെയിം ദ കോംപ്ലക്സ്. റൈറ്റ് ഇറ്റ്സ് ഫങ്ഷൻസ്. ATP സിന്തേസ് കോംപ്ലക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇറ്റ് ആക്ട് ആസ് പ്രോട്ടോൺ ചാനൽ ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ടേക്സ് പ്ലേസ്. ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട F1 ഹെഡാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ATP സിന്തേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിലാണ് ATP പ്രൊഡക്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ മൈക്രോ എലമെന്റ്സ്. കുറച്ച് എലമെന്റ്സിന്റെ പേര് കൊടുത്തിരിക്കുന്നു. ഇതിൽ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൈക്രോ എലമെന്റ്സ് എന്ന് പറയുന്നത് കോപ്പർ, ബോറോൺ, മാംഗനീസ് ആൻഡ് ക്ലോറിൻ. പ്രധാനമായിട്ടും എസെൻഷ്യൽ എലമെന്റ്സിനെ 2ആയി തിരിച്ചിരിക്കുന്നു. മാക്രോ ന്യൂട്രിയൻസ് എന്നും മൈക്രോ ന്യൂട്രിയൻസ് എന്നും. അതിൽ മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്നത് ഇവിടെ കൊടുക്കുക. റിഡക്ഷൻ, ഫോർമേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഫോട്ടോളിസിസ്, ഫോർമേഷൻ ഓഫ് ഓക്സിജൻ. ഫോട്ടോ റെസ്പിറേഷൻ, ഫോർമേഷൻ ഓഫ് ഫോസ്ഫോ ഗ്ലൈക്കോളേറ്റ്. കാർബോക്സിലേഷൻ, ഫോർമേഷൻ ഓഫ് 3-PGA. ഇത്തരത്തിലാണ് മാച്ച് ആകുന്നത്. നെക്സ്റ്റ്, 3 mark questions. Write 3 peculiarities of Gynoecium seen in Solanaceae and Fabaceae. Solanaceae എങ്ങനെയാണ് ഗൈനീഷ്യൻ നേച്ചർ? ബൈകാർപ്പലറി, സിൻകാർപ്പസ് ആൻഡ് സുപ്പീരിയർ ഓവർ വിത്ത് ആക്സൈൽ പ്ലാസന്റേഷൻ. 2 കാർപ്പൽസ് കാണുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. ഫാബേസിൽ മോണോകാർപ്പലറി, സുപ്പീരിയർ ഓർ ഹാഫ് ഇൻഫീരിയർ ഓവർ വിത്ത് മാർജിനൽ പ്ലാസന്റേഷൻ. 1 കാർപ്പൽ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് പെർഫോം വേരിയസ് ഫങ്ഷൻസ് ഇൻ പ്ലാന്റ് ബോഡി. അപ്പിക്കൽ ഡോമിനൻസ് ഓക്സിൻ കൺട്രോൾ ചെയ്യുന്നു. ജിബർലിൻ ബോൾട്ടിംഗ് സഹായിക്കുന്നു. അപ്പിക്കൽ ഡോമിനൻസ് ഗ്രോത്ത് ഓഫ് അപ്പിക്കൽ ബഡ്, ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് ലാറ്ററൽ ബഡ്. ബോൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർനോഡൽ ഇലോങ്ങേഷൻ ജസ്റ്റ് പ്രിയർ ടു ഫ്ലവറിംഗ്. Name of 3 plants are given below. Rhizophora, Bougainvillea, P. Name the modifications in these plants. Write their function. Rhizophorയിലെ adventitious root modification ആണ് pneumatophores. It helps in respiration. Salty region കാണുന്ന പ്ലാന്റ് ആണ് റൈസോഫോറ. മാംഗ്രൂവ് പ്ലാന്റ് ആണ്. ബോഗൺവില്ല ഇവിടെ മോഡിഫിക്കേഷൻ തോൺ, സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഇറ്റ് ആക്ട് ആസ് ഡിഫൻസ് സ്ട്രക്ചർ. പി ഇതൊരു ലീഫ് മോഡിഫിക്കേഷൻ ആണ്. ലീഫ് ടെൻഡ്രിൽ ക്ലൈംബിങ്ങിന് സഹായിക്കുന്നു.
Observe the terms given below. Xylem, root hairs, pith, stomata, cambium, bulliform cells. From this, identify and write the structures in epidermal tissue system. Write their functions. ഇവിടെ root hair, absorption of water and minerals. Root hair, water minerals absorb ചെയ്യാൻ സഹായിക്കുന്നു. Stomata helps in gaseous exchange. കാർബൺ ഡയോക്സൈഡ് ഓക്സിജൻ എക്സ്ചേഞ്ചിന് സഹായിക്കുന്നു. Bulliform cells, it helps in rolling and unrolling of lamina. This helps to reduce transpiration rate. Bulliform cells ഗ്രാസ് ലീഫിൽ പ്രത്യേകമായിട്ട് കാണുന്നു. റോളിങ്ങിനും അൺറോളിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നു. ട്രാൻസ്പിരേഷൻ റേറ്റ് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2018 ബയോളജിയിലെ ബോട്ടണി സെക്ഷൻ എന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിലാദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇൻ അനാബിന സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഡാഷ് ഹെൽപ്പ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. ഇവിടെ ഹെട്രോസിസ്റ്റ് എന്നാണ് പറയുന്നത്. അത് നൈട്രജൻ ഫിക്സേഷനെ സഹായിക്കുന്നു. There are different types of leucoplast in plant cells. Name the leucoplast that store proteins. അലിറോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ല്യൂക്കോപ്ലാസ്റ്റ് 3 ടൈപ്പാണ്. അലിറോപ്ലാസ്റ്റ്, ഇലായോപ്ലാസ്റ്റ്, അമൈലോപ്ലാസ്റ്റ്. അലിറോപ്ലാസ്റ്റ് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യും. അമൈലോപ്ലാസ്റ്റ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യും. ഇലായോപ്ലാസ്റ്റ് ഫാറ്റും ഓയിലും സ്റ്റോർ ചെയ്യുന്നു. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. എപ്പിപെറ്റലസ് സ്റ്റേമൻ ബ്രിഞ്ചാളിൽ കാണുന്നു. ലിലി പ്ലാന്റ്സിലെ എപ്പിഫിലസ് സ്റ്റേമൻസ് ആണ്. സ്റ്റേമൻസ് അറ്റാച്ച്ഡ് ടു പെരിയാന്ത്. ഈ കണ്ടീഷനാണ് എപ്പിഫിലസ്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്. ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഇൻ C4 പ്ലാന്റ് ഈസ്. ഇവിടെ ചില ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇതിൽ കറക്റ്റ് ആൻസർ ഓക്സലോ അസറ്റിക് ആസിഡ് ആണ്. 4 കാർബൺ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. മാച്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാലോട്രോപ്പിസ് വാൽവേറ്റ്, ചൈനോറോസ് ട്വിസ്റ്റഡ്, കേഷ്യ ഇംബ്രിക്കേറ്റ്, പീ പ്ലാന്റ്, വെക്സിലറി എസ്റ്റുവേഷൻ. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. ഇവിടെ വിട്ടുപോയിട്ടുള്ളത് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എ സെക്കൻഡറി സൈലം, ബി മെറ്റാസൈലം, സി എക്സാർച്ച്, ഡി സ്റ്റെം. Ribosomes are organelles without a membrane found in all cells. Name another organelle devoid of membrane seen in animal cells. Write its function. Centriole or centrosome. Animal cell കാണുന്ന സെൽ ഓർഗനിലാണ് സെൻട്രിയോൾ. It acts as basal body for cilia or flagella. In animal cell, spindle fibers originate from centriole. കാർട്ട്വീൽ ലൈക്ക് ഓർഗനൈസേഷൻ ഉള്ള ഒരു ഓർഗനിലാണ്. പ്രത്യേകമായിട്ട് മൈക്രോട്യൂബിൾസ് പെർപെൻഡിക്കുലർ മാനറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഫോളോയിങ് ഫിഗർ ഷോസ് ദ സിട്രിക് ആസിഡ് സൈക്കിൾ. ഐഡന്റിഫൈ ദ സ്റ്റെപ്സ് വെയർ FADH2 ആൻഡ് GTP are synthesized. FADH2 in the conversion of succinic acid to malic acid. GTP in the conversion of സക്സിനൈൽ കോഎൻസൈം ടു സക്സിനിക് ആസിഡ്. ക്രബ് സൈക്കിളിൽ വരുന്ന 2 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ FADH2 GTP പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ GTP പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്റ്റെപ്പ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്നും കൂടി അറിയപ്പെടും. ദ ഗിവൺ ഫിഗർ ഷോസ് എ പ്ലാന്റ് ബിലോങ്ങിങ് ടു liverworts. ഐഡന്റിഫൈ ദ പ്ലാന്റ്. നെയിം ദ asexual buds seen on it. The given figure is Marchantia. ഹെട്രോതാലിക് ആൻഡ് ഡൈഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മാർക്കൻഷ്യ. അതിൻ്റെ ഫീച്ചേഴ്സ്: ദ asexual buds are gemme are green and multicellular buds. ഇത്രയുമാണ്. സ്റ്റേറ്റ് any 4 features of facilitated diffusion. ഫാസിലേറ്റഡ് ഡിഫ്യൂഷൻ്റെ ചില പ്രത്യേകതകൾ: ഇറ്റ് റിക്വയർസ് സ്പെഷ്യൽ മെംബ്രെയിൻ പ്രോട്ടീൻ, it is highly selective, it is sensitive to inhibitors, transport rate saturates. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം.
പ്രോട്ടീൻ്റെ സഹായമാണ് ഇതിൽ മുഖ്യമായിട്ടും വരുന്നത്. കാരണം ഹൈഡ്രോഫിലിക് മോയിറ്റുള്ള പദാർത്ഥങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കാരിയർ പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നു. റൈറ്റ് എ റോൾ ഓൺ ദ ഫിനോമിനൻ പ്ലാസ്റ്റിസിറ്റി എക്സിബിറ്റഡ് ബൈ പ്ലാന്റ്സ് വിത്ത് എൻ എക്സാമ്പിൾ. പ്ലാസ്റ്റിസിറ്റി, ദ സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ പ്ലാന്റ് ഇൻ റെസ്പോൺസ് ടു ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റൽ കണ്ടീഷൻ. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിനുണ്ടാകുന്ന ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളാണ് വ്യത്യസ്തമായിട്ടുള്ള എൻവിറോൺമെൻറ്റൽ കണ്ടീഷനിലാണിത് വരുന്നത്. ഹെട്രോഫിലി ഈസ് എൻ എക്സാമ്പിൾ ഫോർ പ്ലാസ്റ്റിസിറ്റി. എക്സാമ്പിൾ, ദ പ്രൊഡക്ഷൻ ഓഫ് 2 types ഓഫ് ലീവ്സ് ഇൻ കൊറിയാൻഡർ, കോട്ടൺ ആൻഡ് ലാർക്സ്പർ. ഇവിടെ 2 തരത്തിലുള്ള ഹെട്രോഫിലി നമുക്ക് കാണാൻ കഴിയും. ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലും അതുപോലെ എൻവിറോൺമെൻറ്റൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവിക് ആസിഡ് ഈസ് കോൾഡ് ഗ്ലൈക്കോളിസിസ്. വേർ ഡസ് ഇറ്റ് ഒക്കർ ഇൻ എ സെൽ? ഹൗ മെനി ATP molecules are directly synthesized during this process? Glycolysis takes place in cytoplasm അല്ലെങ്കിൽ cytosol. The net gain of ATP in glycolysis is 8. 4 ATP molecules ആണ് നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ് ടു 3-phosphോ ഗ്ലിസറേറ്റ്. അതുപോലെ തന്നെ ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡായിട്ട് മാറുന്ന ഈ 2 സ്റ്റെപ്പുകളിലാണ് ATP നേരിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ദ ടിഷ്യൂ ഫൗണ്ട് ബിറ്റ്വീൻ അപ്പർ ആൻഡ് ലോവർ എപ്പിഡർമിസ് ഓഫ് ലീഫ് ഈസ് കോൾഡ് മീസോഫിൽ. റൈറ്റ് ദ ടൈപ്സ് ഓഫ് സെൽസ് ഫൗണ്ട് ഇൻ ദിസ് ടിഷ്യൂ ഇൻ എ ഡൈക്കോട്ട് ലീഫ്. അപ്പർ സൈഡിലെ പാലിസേഡ്, ലോവർ സൈഡിലെ സ്പോഞ്ചി പാരങ്കൈമ. മെൻഷൻ 2 ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോക്കോട്ട് ലീഫ്. In dicot leaf, more stomata are distributed on lower surface, while monocot stomata are equally distributed on both surfaces. Dicot leafine dorsiventral leaf എന്നും monocot leafine isobilateral leaf എന്നും വിളിക്കും. In monocot leaf, bulliform cells are present, while in dicot leaf, bulliform cells are absent. Motor cells എന്നും bulliform cells എന്ന് പറയാറുണ്ട്. ട്രാൻസ്പിറേഷൻ റേറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളതാണ് ഇത്തരം സെല്ലുകളുടെ പ്രത്യേകത. നെക്സ്റ്റ്, ഫോട്ടോസിന്തസിസ് ഈസ് എ പ്രോസസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആസ് വെൽ ആസ് പ്ലാന്റ് ഫാക്ടേഴ്സ്. മെൻഷൻ 3 ഫാക്ടേഴ്സ് അണ്ടർ ഈച്ച് കാറ്റഗറി. എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ലൈറ്റ്, ടെമ്പറേച്ചർ, കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ആൻഡ് വാട്ടർ. പ്ലാന്റ് ഫാക്ടേഴ്സ്, ഇന്റേണൽ ഫാക്ടേഴ്സ്, ഏജ് ഓഫ് ലീഫ്, ക്ലോറോഫിൽ കണ്ടന്റ് ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ലീവ്സ്. ഇത്രയും കാര്യങ്ങളാണ്. First phase of meiosis 1 is typically longer and complex one. Name it. Mention the 5 subdivisions of this phase. Prophase 1 എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൽ ഡിഫറൻറ്റ് സബ്സ്റ്റേജുകൾ ക്രമത്തിൽ ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയഗനസിസ്. Plant growth regulators can be employed for various agricultural and horticultural practices. Identify the growth regulators that can be used for the following purposes. ഓരോ ഗ്രോത്ത് ഹോർമോണിൻ്റെയും യൂസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഗ്രോത്ത് ഹോർമോൺ ഐഡൻറ്റിഫൈ ചെയ്യുക. ടു ഹാവ് വീഡ് ഫ്രീ ലോൺസ്, 2,4-D, 2,4-ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്, ഓക്സിൻ. ടു ഇൻക്രീസ് ഷുഗർ കെയിൻ ലെങ്ത്, അവിടെ ഉപയോഗിക്കുന്നത് ജിബ്ബർലിൻ, GA3 ആണ്. ഫ്രൂട്ട് സെറ്റിൻ പൈനാപ്പിൾ, എഥിലീൻ, കാഷ്യസ് ഹോർമോൺ ആണ്. റൂട്ടിംഗ് ഇൻ സ്റ്റെം കട്ടിംഗ്, ഓക്സിൻ. 2 വിധത്തിലുണ്ട്, നാച്ചുറൽ ഓക്സിനും സിന്തറ്റിക് ഓക്സിനും. ഇൻഹിബിറ്റിംഗ് സീഡ് ജെർമിനേഷൻ, ABA, ആബ്സിസിക് ആസിഡ്, സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടും. ടു പ്രൊമോട്ട് ഫീമെയിൽ ഫ്ലവേഴ്സ് ഇൻ കുക്കുംബർ, എഥിലീൻ. ഇത്രയുമാണ്. Certain stages in cell cycle are given below. Karyogenesis, prophase, cytogenesis, metaphase, anaphase, telophase. Choose the statements that match with these stages and prepare a table. Centromere split and chromosome move to opposite poles. Anaphase സ്റ്റേജിലാണ് ഇത്തരം ക്രോമസോം മൂവ്മെന്റ് കാണുന്നത്. Chromosomes cluster at opposite poles and nuclear membrane
അസംബിൾസ് അറൗണ്ട്. ടീലോഫേസ് സ്റ്റേജിലാണ് കാണുന്നത്. ക്രോമസോംസ് സീംസ് ടു ബി വിത്ത് 2 ക്രോമാറ്റിഡ്സ് അറ്റാച്ച്ഡ് അറ്റ് സെൻട്രോമിയർ. ഇത് മെറ്റാഫേസ് സ്റ്റേജിലാണ് കാണുന്നത്. മെറ്റാഫേസ് സ്റ്റേജിലാണ് ക്രോമസോം മോർഫോളജി സ്റ്റഡി ചെയ്യാനും കഴിയുന്നത്. ക്രോമസോംസ് അറേഞ്ച്ഡ് അറ്റ് സ്പിൻഡിൽ ഇക്വേറ്റർ, അതും മെറ്റാഫേസ് സ്റ്റേജിലാണ് കാണുന്നത്. സെപ്പറേഷൻ ഓഫ് ഡോട്ടർ ക്രോമസോംസ് മൂവ് ചെയ്യുന്നത് ആനഫേസിലാണ്. ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം, അതിനെ സൈറ്റോകൈനസിസ് എന്നാണ് പറയുന്നത്. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2017. ബയോളജിയിലെ ബോട്ടണി സെക്ഷനാണ്. ഇതിലാദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഹു അമംഗ് ദ ഫോളോവിങ് സയൻറ്റിസ്റ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് സൈറ്റോകൈനിൻസ്? 4 സയൻറ്റിസ്റ്റുമാരെ പേര് കൊടുത്തിരിക്കുന്നു. എഫ് സ്കൂഗ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അതിൽ കുറോസോവ ജിബർലിനുമായിട്ടുള്ള കണ്ടുപിടുത്തം, ഡാർവിൻ ഓക്സിനുമായിട്ടുള്ള കണ്ടുപിടുത്തമാണ്. FW ഓക്സിനുമായിട്ടുള്ള തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഗിവൺ ചോയ്സസ്. ഇവിടെ കറക്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മെഥനോജൻസ് ആർ പ്രസന്റ് ഇൻ ദ ഗട്ട് ഓഫ് റൂമിനേറ്റ് എനിമൽസ്. അതുപോലെ ആൽഗൽ കമ്പോണന്റ് ഓഫ് ലൈക്കൻ ഈസ് ഫൈക്കോബയോണ്ട്. ഓപ്ഷൻ ബി. ആൽഗെ ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ എ വെറൈറ്റി ഓഫ് വൈസ്. സജസ്റ്റ് എനി 4 യൂസസ് ഓഫ് ആൽഗെ. ആൽഗയുടെ 4 യൂസസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹാഫ് ഓഫ് ദ ടോട്ടൽ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഓൺ എർത്ത് ഈസ് കാരിഡ് ഔട്ട് ബൈ ആൽഗെ ത്രൂ ഫോട്ടോസിന്തസിസ് നടത്തുവാൻ കഴിവുണ്ടെന്നുള്ളതാണ്. മെനി സ്പീഷീസ് ഓഫ് പോർഫൈറ, ലാമിനാരിയ ആൻഡ് സർഗാസം ആർ അമംഗ് 70 സ്പീഷീസ് ഓഫ് മറൈൻ ആൽഗെ ആർ യൂസ്ഡ് ആസ് ഫുഡായിട്ട് ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ, സർട്ടൻ മറൈൻ ബ്രൗൺ ആൻഡ് റെഡ് ആൽഗെ പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഹൈഡ്രോകൊളോയിഡ്സ്, വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്. ആൽജിൻ ബ്രൗൺ ആൽഗെ, കരാഗിൻ റെഡ് ആൽഗെ ആർ യൂസ്ഡ് കമേഴ്സ്യലായിട്ട് ഉപയോഗിക്കുന്ന 2 പദാർത്ഥങ്ങൾ ആൽജിനും കരാഗിനും. അഗാർ ഒബ്റ്റൈൻഡ് ഫ്രം ജെലഡിയം ആൻഡ് ഗ്രാസിലേറിയ ആർ യൂസ്ഡ് ടു ഗ്രോ മൈക്രോബ്സ് ആൻഡ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. ഇത്തരം കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ആൽഗയുടെ 4 എക്കണോമിക് ഇമ്പോർട്ടൻസ്. ദ റൂട്ട് നോഡ്യൂൾ ഓഫ് ലെഗുമിനോസ് പ്ലാന്റ്സ് കണ്ടെയ്ൻ 2 നെസസറി ബയോകെമിക്കൽ കോമ്പൗണ്ട്സ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ. ഐഡന്റിഫൈ ദീസ് കോമ്പൗണ്ട്സ്. 1 നൈട്രോജനേസ് എൻസൈം, 2 ലെഗ് ഹീമോഗ്ലോബിൻ. An important difference between C3 and C4 plants is photorespiration. Explain how photorespiration occurs in C3 plants. In C3 plants, O2 binds with the RUBP and converted into 2 molecules of PGA and phosphoglycolate. It takes place in high O2 and low CO2 concentration. In photorespiratory pathway, neither synthesis of sugars nor of ATP, so it is a wasteful process. ATPയും ഷുഗേഴ്സും ഒന്നും തന്നെ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ATP ഈ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും കൂടിയുണ്ട്. അതുകൊണ്ട് ഇതൊരു വേസ്റ്റ്ഫുൾ പ്രോസസ്സും കൂടിയാണ്. റൈറ്റ് ഇനി ഫോർ അഗ്രികൾച്ചർ അപ്ലിക്കേഷൻസ് ഓഫ് എഥിലിൻ. താഴെ കൊടുത്തിരിക്കുന്നു. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്, ബ്രേക്സ് സീഡ് ആൻഡ് ബഡ് ഡോർമൻസി. It initiates germination in peanut seeds, sprouting of potato tubers. It promotes rapid internode or petiole elongation in deep water rice plants. It promotes root growth and root hair formation, helping the plants to increase their absorption. ഇങ്ങനെ പ്രധാനപ്പെട്ട ഇതിൻ്റെ അപ്ലിക്കേഷൻസ് പ്രത്യേകമായിട്ട് പഠിക്കുക. Define Blackman's law of limiting factors and identify any 2 important factors which influence the rate of photosynthesis in plants. ഇവിടെ എന്താണ് law of limiting factors? If a chemical process is affected by more than one factor, then its rate will be determined by the factor which is nearest to its minimal value. It is the factor which directly affects the process. തൊട്ട് മുൻപുള്ള ഒരു
പേപ്പറിൽ ഇതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞു. എല്ലാ ഫാക്ടേഴ്സും ആവശ്യത്തിനുണ്ടായിരിക്കും. ഒരു ഫാക്ടർ കുറഞ്ഞിരിക്കുമ്പോൾ ഒരു കെമിക്കൽ പ്രോസസ്സിൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദ പ്ലാന്റ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ദ നമ്പർ, സൈസ്, ഏജ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ലീവ്സ്, ഇൻറ്റേർണൽ CO2 കോൺസെൻട്രേഷൻ. ഈ പറഞ്ഞതെല്ലാം ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്, ടെമ്പറേച്ചർ, CO2 കോൺസെൻട്രേഷൻ ആൻഡ് വാട്ടർ. ഇത്തരം കാര്യങ്ങൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സായിട്ടാണ് പറയുന്നത്. The movement of water through root layers is ultimately symblastic in the endodermis. Give a reason. In endodermal cells, suberin is present, so it is thickened, called Casparian thickening. It prevents the flow of water through wall layers, hence apoplastic pathways blocked. എൻഡോഡർമൽ വാളിലുള്ള സുബറിൻ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള കാസ്പെരിൻ സ്ട്രിപ്സ് ഉള്ളതിനാൽ അതിലൂടെ അപ്പോപ്ലാസ്റ്റിക് പാത്വേ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഫർദർ ട്രാൻസ്പോർട്ട് ടേക്സ് പ്ലേസ് ഇൻ സിംപ്ലാസ്റ്റിക് പാത്വേ. പിന്നീട് സിംപ്ലാസ്റ്റിക് പാത്വയിലൂടെയാണ് മൂവ്മെൻറ്റ് നടക്കുന്നത്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ഫ്ലോറൽ ആക്സിസ് ഈസ് കോൾഡ് ഇൻഫ്ലോറസെൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് an actinomorphic flower from zygomorphic flower? അപ്പോൾ actinomorphic flower എന്നാൽ എന്താണ്? Flower can be divided into two equal halves in any radial plane passing through the center. Example, China rose. ഏതൊരു പ്ലെയിനിൽ ഡിവൈഡ് ചെയ്താലും പ്രത്യേകമായി സെൻറ്ററിലൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ഹാഫ് കിട്ടുന്നുവെങ്കിൽ ആക്ടിനോമോർഫിക് എന്നാണ് പറയുന്നത്. സൈഗോമോർഫിക് ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ two similar halves only in one particular vertical plane. Example, pea plant. ഒരു പ്ലെയിനിൽ മാത്രമാണ് സെൻറ്ററിലൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വൽ ഹാഫ് കിട്ടുന്നതെങ്കിൽ സൈഗോമോർഫിക് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. 10th question. A tissue involved in secondary growth of dicot plants are vascular cambium and dash. ഇവിടെ കോർക്ക് കാമ്പിയം ഓർ ഫെല്ലോജൻ എന്നാണ് പറയുന്നത്. കോർക്ക് കാമ്പിയം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഫെല്ലവും ഫെല്ലോഡയും ഉണ്ടാകുന്നു. ഫെല്ലം, ഫെല്ലോജൻ ആൻഡ് ഫെല്ലോഡയം ആർ ടുഗദർ നോൺ ആസ് പെരിഡേം. അതൊരു പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ആയി മാറുകയാണ് പിന്നീട്. കമ്പയർ ദ ഫോർമേഷൻ ഓഫ് വാസ്കുലർ കാമ്പിയം ഇൻ ഡൈക്കോട്ട് സ്റ്റെം ആൻഡ് ഡൈക്കോട്ട് റൂട്ട്. ഡൈക്കോട്ട് സ്റ്റെമ്മിലെയും ഡൈക്കോട്ട് റൂട്ടിലെയും വാസ്കുലർ കാമ്പിയത്തിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ്? ഇൻ ഡൈക്കോട്ട് സ്റ്റെം ദ സെൽസ് ഓഫ് കാമ്പിയം പ്രസന്റ് ബിറ്റ്വീൻ പ്രൈമറി സൈലം ആൻഡ് പ്രൈമറി ഫ്ലോയം ഈസ് ദ ഇൻട്രാഫാസ്കുലർ കാമ്പിയം. ദ സെൽസ് ഓഫ് മിഡിലറി സെൽസ് അഡ്ജോയിനിങ് ദീസ് ഇൻട്രാഫാസ്കുലർ കാമ്പിയം ബിക്കം മെരിസ്റ്റമാറ്റിക് ആൻഡ് ഫോംസ് ദ ഇന്റർഫാസ്കുലർ കാമ്പിയം. ദസ് എ കണ്ടിന്യൂസ് റിംഗ് ഓഫ് വാസ്കുലർ കാമ്പിയം ഈസ് ഫോംഡ്. ഹെൻസ് ഹിയർ ദ ഫോർമേഷൻ ഓഫ് cambium is partially primary and partially secondary. സ്റ്റെമ്മിലെ വാസ്കുലർ കാമ്പിയത്തിൻ്റെ ഒറിജിൻ പാർഷ്യലി പ്രൈമറി, പാർഷ്യലി സെക്കൻഡറി ആണ്. എങ്കിൽ ഡൈക്കോട്ട് റൂട്ടിൽ ചില വ്യത്യാസങ്ങൾ കാണാം. ഇൻ ഡൈക്കോട്ട് റൂട്ട് ദ വാസ്കുലർ കാമ്പിയം ഈസ് കംപ്ലീറ്റ്ലി സെക്കൻഡറി ഇൻ ഒറിജിൻ. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദ ടിഷ്യൂ ലൊക്കേറ്റഡ് ജസ്റ്റ് ബിലോ ദ ഫ്ലോയം ബണ്ടിൽസ്, എ പോർഷൻ ഓഫ് പെരിസൈക്കിൾ ടിഷ്യൂ above the protoxylem, forming a complete and continuous wavy ring, and later it become circular. ഇവിടെ കംപ്ലീറ്റ്ലി സെക്കൻഡറി ഇൻ ഒറിജിൻ ആണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ എ സെൽ ഓർഗനൽ വിച്ച് കണ്ടെയ്ൻസ് ഹൈഡ്രോലൈറ്റിക് എൻസൈം. ഹൈഡ്രോലൈറ്റിക് എൻസൈം പ്രസന്റ് ആയിട്ടുള്ള സെൽ ഓർഗനൽ ലൈസോസോം സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. B question. Rough endoplasm reticulum and smooth endoplasm reticulum, SER and RER, are morphologically and functionally differ. Justify the statement. The endoplasm reticulum bearing ribosomes on their surface is called rough endoplasm reticulum, RER എന്നാണ് പറയുക. It is involved in protein synthesis and secretion. ഇത്തരം ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. In the absence of ribosome, ER appears smooth or called as smooth endoplasmic reticulum, SER എന്ന് പറയും. It is the major site for the synthesis of lipid. In animals, steroid hormones are synthesized.
ഇത്രയും ഇതിൻ്റെ ഫങ്ഷൻസും കൂടിയാണ്. Given below is the metaphase of mitosis. Analyze the diagram and draw a sketch of anaphase. Write any 2 events of anaphase. ഇവിടെ അനാഫേസിൻ്റെ പിക്ചർ വരയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പിക്ചർ കാണിച്ചിരിക്കുന്നു. അതിലെ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? സെൻട്രോമിയർ സ്പ്ലിറ്റ് ആൻഡ് ക്രോമാറ്റിഡ്സ് സെപ്പറേറ്റ്. സെൻട്രോമിയർ സ്പ്ലിറ്റ് എന്ന് ക്രോമാറ്റിഡ്സ് വേർതിരിയുന്നു. ക്രോമാറ്റിഡ്സ് മൂവ്സ് ടു ഓപ്പോസിറ്റ് പോൾസ്. ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുന്നു. ഗ്ലൈക്കോളിസിസ് ഈസ് ദ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ടു പ്രൊഡ്യൂസ് 2 molecules of pyruvic acid. Where does glycolysis occur? സൈറ്റോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോസോൾ, അവിടെ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. എംബ്ഡൻ മേർഹോഫ് പാർനാസ് പാത്വേ എന്ന് ഗ്ലൈക്കോളിസിനെ വിളിക്കും. EMP പാത്വേ. സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോളിസിസ് ആർ ഗിവൺ ബിലോ. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് ബോക്സസ്. ഇവിടെ ചില ബോക്സുകൾ ബ്ലാങ്ക് ആയിട്ട് കാണിച്ചിരിക്കുന്നു. അത് ഫിൽ ചെയ്യുക. ഇവിടെ ഫിൽ ചെയ്യാനുള്ള ബോക്സ്: എ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ബി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, സി ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ്, ഡി 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, ട്രയോസ് ബിസ് ഫോസ്ഫേറ്റ് എന്നും പറയാം, ഇ 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ്, എഫ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്. ഇത്രയുമാണ്. ഇപ്പോൾ ഗ്ലൈക്കോളിസിസിൻ്റെ സ്റ്റെപ്സ് കൃത്യമായിട്ട് 10 സ്റ്റെപ്സ് കൃത്യമായിട്ട് നോക്കുക. 13th question. The complete oxidation of pyruvic acid yields 3 molecules of CO2 by a cyclic process in the matrix of mitochondria. Who first developed this cycle? ഈ സൈക്കിൾ കണ്ടുപിടിച്ചത് ഹാൻസ് ക്രബ്. Draw a diagrammatic sketch of the identified cycle. ഇവിടെ ക്രബ് സൈക്കിളിൻ്റെ ഡയഗ്രമാറ്റിക് സ്കെച്ച് കൊടുത്തിരിക്കുന്നു. അതിലോരോ ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ടുകളും കാർബൺ ആറ്റം നമ്പറും കൃത്യമായി മനസ്സിലാക്കുക. ഇത്രയുമാണ് ഇതിൽ നിന്നുള്ളത്. ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ മാർച്ച് 2016. ബയോളജിയിലെ ബോട്ടണി സെക്ഷനാണ് ഇവിടെ നോക്കുന്നത്. ദ നെയിം വൈറസ് ദാറ്റ് മീൻസ് വെനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ് വാസ് ഗിവൺ ബൈ. ഇവിടെ കറക്റ്റ് ആൻസർ ഇവാനോസ്കി എന്നുള്ളതാണ്. ഓൾഡ് എഡിഷനിൽ പാസ്റ്റർ എന്നും കൊടുത്തിരിക്കുന്നു. സെക്കൻഡ്, ദ റിയാക്ഷൻ സെൻറ്റർ ഓഫ് ഫോട്ടോ സിസ്റ്റംസ് ഇൻ ഗ്രീൻ പ്ലാന്റ്സ് ഡ്യൂറിംഗ് ലൈറ്റ് റിയാക്ഷൻ ഈസ് ക്ലോറോഫിൽ എ. ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സിലെ പ്രധാനപ്പെട്ട റിയാക്ഷൻ സെൻറ്റർ ക്ലോറോഫിൽ എ ആണ്. ആക്സസറി പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ ബിയും കരോട്ടിനോയിഡ് പിഗ്മെൻറ്റ്സുമാണ്. Write any 2 distinguishing features of algal class Rhodophyceae. ചില പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്: ഫ്ലജല്ല ആർ നോട്ട് പ്രസന്റ് ഇൻ ഗാമേറ്റ്സ് ആൻഡ് സ്പോർട്സ്. ഫ്ലജല്ല അവിടെ കാണുന്നില്ല. റെഡ് പിഗ്മെന്റ് ആർ ഫൈക്കോഎരിത്രിൻ ഈസ് പ്രസന്റ്. സ്റ്റോർഡ് ഫുഡ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ഈസ് പ്രസന്റ്. ഇത്തരം കാര്യങ്ങളാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മൈക്കോറൈസ ആൻഡ് കൊർലോയിഡ് റൂട്ട്സ്. മൈക്കോറൈസ, it is the symbiotic association between root and fungi. Corloid root, it is the association between root and nitrogen fixing cyanobacteria. How can you differentiate active transport from facilitated diffusion? In active transport, transport proteins and energy are used. In facilitated diffusion, ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ഓൺലി ഈസ് യൂസ്ഡ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ പ്രോട്ടീനും എനർജിയും ആവശ്യമുണ്ട്. ഫാസിലേറ്റഡ് ഡിഫ്യൂഷനിൽ പ്രോട്ടീൻ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ദ പ്ലാന്റ്സ് ഷോ ഡെഫിഷ്യൻസി സിംറ്റംസ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എസെൻഷ്യൽ എലമെന്റ് ഈസ് ബിലോ ദ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ. റൈറ്റ് എനി 4 ഡെഫിഷ്യൻസി സിംറ്റംസ് ഷോൺ ബൈ പ്ലാന്റ്സ്: ക്ലോറോസിസ്, നെക്രോസിസ്, ഡിലേ ഫ്ലവറിംഗ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ. ഇതെല്ലാം ഡെഫിഷ്യൻസി സിംറ്റംസ് ആണ്. റെസ്പിറേഷൻ ഈസ് ആൻ ആംഫിബോളിക് പാത്വേ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. ശ്വസനം ഒരു ആംഫിബോളിക് പ്രവർത്തനം. ഈ പ്രസ്താവന വിലയിരുത്തുക. ഇൻ ആംഫിബോളിക് പാത്വേ ബോത്ത് കാറ്റബോളിസം ആൻഡ് അനബോളിസം ആർ ഇൻവോൾവ്ഡ്. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ പ്രോസസ്സും അനബോളിസം കൺസ്ട്രക്റ്റീവ് പ്രോസസ്സുമാണ്, നിർമ്മാണ പ്രക്രിയയാണ്.
ഫാറ്റ് ഉണ്ടാക്കുന്നതെല്ലാം, ഫോട്ടോസിന്തസിസിൽ ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം ആനാബോളിക് പ്രോസസ്സാണ്. ഇൻ റെസ്പിറേറ്ററി പാത്വേ ഫാറ്റ് ഈസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡ് അഗെയിൻ സ്പ്ലിറ്റ്സ് ഇൻ ടു അസറ്റൈൽ കോൻസൈമേ. ഈ ഒരു ഭാഗം കാറ്റാബോളിസമാണ്. ഇഫ് ബോഡി റിക്വയർ ദ സിന്തസിസ് ഓഫ് ഫാറ്റ്, അസറ്റൈൽ കോൻസൈമേ വിഡ്രോസ് ഫ്രം ദ പാത്വേ ആൻഡ് യൂസ്ഡ് ഇൻ ദ സിന്തസിസ് ഓഫ് ഫാറ്റ്. ഇവിടെ ഫാറ്റ് നിർമ്മാണമാണ്. ഇത് ആനബോളിക് പ്രോസസ്സാണ്. നെക്സ്റ്റ്, ഫെർമെൻറ്റേഷൻ ഈസ് ദ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവിക് ആസിഡ്. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ two types of fermentation in microorganisms. In alcoholic fermentation, glucose undergoes incomplete oxidation in the presence of yeast and forms ethanol and carbon dioxide. Alcoholic fermentation le ethanol carbon dioxide ആണ് products. In lactic acid fermentation, glucose undergoes incomplete oxidation in the presence of lactobacillus and forms lactic acid. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ ഗ്ലൂക്കോസ് ലാക്റ്റിക് ആസിഡായിട്ട് മാറുകയാണ്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്റ്റായി പറയുന്നില്ല. ഐഡന്റിഫൈ ദ ഓഡ് വൺ ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ഓഫ് ദ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. ABA, NA, IA, IBA. ABA ആബ്സിസിക് ആസിഡ് ഒരു സ്ട്രെസ് ഹോർമോൺ കൂടിയാണിത്. ലിസ്റ്റ് സം ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഓഫ് ജിബർലിൻസ് ഇൻ പ്ലാന്റ്സ്. ചില ജിബർലിൻ പ്രൊമോട്ടഡ് ആക്ടിവിറ്റീസ് താഴെ കൊടുത്തിരിക്കുന്നു. GA3 കോസസ് ആൻ ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് ഗ്രേപ്പ് സ്റ്റോക്സ്. ഗ്രേപ്പ് സ്റ്റോക്കിന്റെ ലെങ്ത് വർദ്ധിപ്പിക്കുന്നു. ജിബർലിൻസ് കോസ് ഫ്രൂട്ട് ലൈക്ക് ആപ്പിൾസ് ടു ഇലോങ്ങേറ്റ് ആൻഡ് ഇംപ്രൂവ് ഇറ്റ്സ് ഷേപ്പ്. ദ ഡിലേ സെനസൻസ്, ഹെൻസ് ദ ഫ്രൂട്ട് ആർ കീപ്പിംഗ് ആസ് ഫ്രഷ്. ഡിലേ ചെയ്യിപ്പിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് ഫ്രഷായി കീപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നു. GA3 is used to speed up the malting process in brewing industry. മൾട്ടിംഗ് പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ജിബർലിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. നെയിം ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാട്ടമി ഷോൺ ബൈ C4 പ്ലാന്റ്സ്. ഇത്തരം അനാട്ടമീനെ ക്രാൻസ് അനാട്ടമി എന്നാണ് പറയുന്നത്. സെൻട്രിപിറ്റലി അറേഞ്ച്ഡ് ആയിട്ടുള്ള എ ഗ്രാനൽ ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. Illustrate the major advantages of C4 plants over C3 plants. C4 plants are photosynthetically efficient than C3 plants because energy wasteful process photorespiration occur in C3 plants. Energy wasteful process ആയിട്ടുള്ള ഫോട്ടോറെസ്പിറേഷൻ C3 പ്ലാന്റ്സിൽ മാത്രമേ കാണുന്നുള്ളൂ, C4 പ്ലാന്റ്സിൽ ഇല്ല. C4 plants can tolerate high temperature conditions than C3 plants. C4 പ്ലാന്റ്സിന് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനെ ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നതുകൂടി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഐഡന്റിഫൈ ദ സബ്സ്റ്റേജസ് ഓഫ് മിയോസിസ് ഇൻ വിച്ച് ക്രോസിംഗ് ഓവർ ഒക്കർ. ഇവിടെ ചില ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഇതിൽ കറക്റ്റ് ആൻസർ പാക്കറ്റീൻ എന്നുള്ളതാണ്. റീകോമ്പിനേഷൻ നോഡ്യൂൾ ഫോം ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ജീൻ എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു സ്റ്റേജ് ആണ്. റീകോമ്പിനേസ് എൻസൈം ആക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ഇത്തരം കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കി വയ്ക്കുക. സമ്മറൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് ഇൻ സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസംസ്. ഏതൊക്കെയാണ് മിയോസിസിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത്? മിയോസിസ് കൺസർവ്സ് ദ സ്പെസിഫിക് ക്രോമസോം നമ്പർ ഓഫ് ഈച്ച് സ്പീഷീസ് അക്രോസ് ജനറേഷൻസ് ഇൻ സെക്ഷലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസംസ്. ക്രോമോസോം നമ്പർ കൺസർവ് ചെയ്യുന്നു. തലമുറകൾ തോറും ക്രോമോസോം നമ്പർ കോൺസ്റ്റന്റ് ആയി നിലനിർത്താനായിട്ട് സാധിക്കുന്നു. ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ റിഡക്ഷൻ ഓഫ് ക്രോമോസോം നമ്പർ ബൈ ഹാഫ്. ഡോട്ടർ സെൽസിൽ ക്രോമോസോമിന്റെ എണ്ണം പകുതിയാവുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ ജനറ്റിക് വേരിയബിലിറ്റി ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. ജനറ്റിക് വേരിയേഷൻ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സെൽ ഡിവിഷനാണിത്. വേരിയേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ. അതുകൊണ്ട് തന്നെ വേരിയേഷൻസ് എവല്യൂഷനിൽ പ്രധാനപ്പെട്ടതും കൂടിയാണ്. ഒബ്സർവ് ദ ഗിവൺ ഫ്ലോറൽ ഡയഗ്രാം. ഐഡന്റിഫൈ ദ ഫാമിലി. ലിലിയേസെ ഫാമിലിയുടെ ഫ്ലോറൽ ഡയഗ്രാമാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് എനി 4 ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഐഡന്റിഫൈഡ് ഫാമിലി. ടെപ്പൽ 6 3+3 often united into tube. Valvate aestivation.
Stamen 6, 3+3. Tricarpellary, syncarpous, ovary superior, trilocular with many ovules, axile placentation. Observe the given diagram, analyze the diagram and explain the structure of plasma membrane. സിംഗ്രാൻ നിക്കോൾസൺ പ്രപ്പോസ് ചെയ്ത ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഘടന എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലിപ്പിഡ് ബൈലെയർ. ദേ ആർ അറേഞ്ച്ഡ് വിത്തിൻ ദ മെംബ്രെയിൻ വിത്ത് പോളാർ ഹെഡ് ടുവാർഡ്സ് ദ ഔട്ടർ സൈഡ് ആൻഡ് ഹൈഡ്രോഫിലിക് ടൈൽസ് ടുവാർഡ്സ് ദ ഇന്നർ പാർട്ട്. The peripheral proteins lie on the surface of the membrane while integral proteins are buried in the membrane. ഇവിടെ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ് കാണുന്നത്. ഔട്ടർ റീജിയണിൽ പെരിഫറൽ പ്രോട്ടീൻസും അതുപോലെ തന്നെ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് വൺ സൈഡ് ടു അതർ സൈഡ് വരെ ഇൻ്റഗ്രൽ പ്രോട്ടീൻസും കാണാൻ കഴിയുന്നുണ്ട്. ഹെഡ് ഹൈഡ്രോഫിലിക് ആണ്, ടെയില് ഹൈഡ്രോഫോബിക് ആണ്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. How does pyridine develop in dicot stem and replace the outer broken cortical and epidermal layers? Due to the activity of vascular cambium, girth of stem increases. This results the breakdown of outer cortical and epidermal layers. So, the new protective tissue are formed by another meristematic tissue called cork cambium or phellogen. Epidermal layers ബ്രോക്കണായി മാറുന്ന സമയത്ത് പുതിയൊരു പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ ഫോം ചെയ്യുകയാണ്. അത് കോർക്ക് കാമ്പിയത്തിൻ്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഫെലോജൻ കട്ട് ഓഫ് സെൽസ് ഓൺ ബോത്ത് സൈഡ്സ്. ദ ഔട്ടർ സെൽസ് ഡിഫറൻഷിയേറ്റ് ഇൻ ടു കോർക്ക് ഓർ ഫെല്ലം വൈൽ ദ ഇന്നർ സെൽസ് ഡിഫറൻഷിയേറ്റ് ഇൻ ടു സെക്കൻഡറി കോർട്ടെക്സ് ഓർ ഫെല്ലോഡൈം. സെക്കൻഡറി കോർട്ടെക്സ് ലിവിംഗ് ആണ്. ഫെലോജൻ, ഫെല്ലം ആൻഡ് ഫെല്ലോഡൈം ആർ കളക്റ്റീവ്ലി നോൺ ആസ് പെരിഡൈം. ഇതാണ് പ്രൊട്ടക്റ്റീവ് ടിഷ്യൂ എന്നറിയപ്പെടുന്നത്. 13th question. In dicot stem, both intravascular and intervascular cambium form a ring of vascular cambium. Explain the activity of cambial ring. The cambial ring cut off new cells towards inner secondary xylem and the outer side secondary phloem. ഇന്നർ സൈഡിലേക്ക് കട്ട് ഓഫ് ചെയ്യുന്നത് സെക്കൻഡറി സൈലമാണ്, ഔട്ടർ സൈഡിലേക്ക് കട്ട് ഓഫ് ചെയ്യുന്നത് സെക്കൻഡറി ഫ്ലോയം ആണ്. The cambium is more active on the inner side than on the outer side. The amount of secondary xylem producer is more than secondary phloem. The primary and secondary phloem get gradually crushed due to the continued formation and accumulation of secondary xylem. ഇത്തരം കാര്യങ്ങളാണ് ക്യാമ്പിയൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇത്ര നേരം +1 ബോട്ടണിയിലെ 2016 മുതൽ 2020 ഉൾപ്പെടെയുള്ള 6 ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഇവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. മിക്കവാറും ഫോക്കസ് ഏരിയയിൽ നിന്നും അല്ലാത്തതുമായിട്ടുള്ള നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടുകയുണ്ടായി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.